Hello students, CGP Career Avenues would like to welcome you to the discussion on previous questions of Kerala PSC examination for lecturer in Government Polytechnic Colleges. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ മാത്തമാറ്റിക്സ്, അതിലുള്ള മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ പോർഷനാണ്. നമ്മൾ എപ്പോഴും ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ PSC എക്സാമിനേഷൻ ഓർ എനി കോമ്പറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന മുമ്പ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓഫ് ദാറ്റ് എക്സാമിനേഷൻ നമ്മൾ എടുത്ത് ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ ഈ അനാലിസിസിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാവും, ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആ പെർട്ടിക്കുലർ എക്സാമിനേഷന് ആസ്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരിക്കും. സോ ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആസ്ക് ഫോർ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ് അനലൈസ് ചെയ്യാൻ പോകണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡിസ്കഷൻ നൗ. So let's start with the first question. So first question നമുക്ക് വായിച്ചു നോക്കാം. If aij is a cofactor of small aij of the determinant 2, -3, 5, 6, 0, 4, 1, 5, -7, then the value of a32 is. അപ്പോൾ നമുക്ക് cofactor എങ്ങനെ കണ്ടുപിടിക്കാൻ മനസ്സിലാക്കണം. So let's understand the formula for cofactor. അപ്പം അതിനു മുമ്പ് നമുക്ക് ആ ഡിറ്റർമിനന്റ് ഒന്ന് എഴുതിയെടുക്കാം. ഡിറ്റർമിനന്റ് എന്തായിരുന്നു? 2, -3, 5. So let me write down the determinant. 2, -3, 5, 6, 0, 4. പിന്നെന്തായിരുന്നു? 1, 5, -7. 1, 5, -7. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിറ്റർമിനന്റ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A32. എന്താണ്? 32. അത് കോഫാക്ടർ ഓഫ് സ്മോൾ a32 ആണ്. സോ കോഫാക്ടർ ഓഫ് aij എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is given by the formula -1 whole raised to I plus j into determinant of minor ij. അപ്പൊ നമുക്ക് ഓരോ ടേം ഒന്ന് അനലൈസ് ചെയ്യാം. ഈ -1 ഹോൾ റേസ് ടു I plus j ഇതെന്താണ്? ഇത് സംഭവം ഒരു വാല്യൂവിനെ സൈൻ ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ അതേ സൈൻ വെക്കണോ എന്ന് തീരുമാനിക്കുന്ന സാധനമാണ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ -1 ഹോൾ റേസ് ടു ഓഡ് നമ്പർ ആണെന്ന് വെച്ചാൽ ലെറ്റ് us call -1 ഹോൾ റേസ് ടു 3. അത് -1 തന്നെയല്ലേ? അങ്ങനെ വരുമ്പം സൈൻ ചേഞ്ച് ചെയ്യണം. ദാറ്റ് ഇസ് -1 ഹോൾ റേസ് ടു ഓഡ് നമ്പർ ആണെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്യണം. -1 ഹോൾ റേസ് ടു ഈവൻ നമ്പർ ആണെങ്കിൽ, ഈവൻ എന്ന് പറഞ്ഞാൽ -1 ഹോൾ റേസ് ടു 4, അതെന്താണ്? +1 ആണ്. സോ അങ്ങനെ വരുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യണ്ട. അതാണ് ഇതിന്റെ ലോജിക്. ഇനി മൈനർ ij എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ ഡിറ്റർമിനന്റ് ചെറിയൊരു ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ ഈ മൈനറിന്റെ സഫിക്സിൽ എന്തെങ്കിലും ഏതെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആരെ എലിമിനേറ്റ് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പൊ മൈനർ ij എന്ന് എഴുതുമ്പം ith റോയും jth കോളം എലിമിനേറ്റ് ചെയ്യണം. I സ്റ്റാൻഡ്സ് ഫോർ ദ റോ പൊസിഷൻ ഇൻഡിക്കേറ്ററും j എന്താണ്? കോളം പൊസിഷൻ ആണ്. അപ്പൊ ഞാനൊരു ഇത് ഈ കേസിൽ കാണിച്ചു തരാം. നമ്മുടെ എന്താണ്? a32 അല്ലെ? അതെന്താണ്? കോഫാക്ടർ ഓഫ് സ്മോൾ a32. അക്കോർഡിംഗ് ടു ദ ഫോർമുല അതെന്തായിരിക്കും? -1 ഹോൾ റേസ് ടു 3 + 2 ഇൻറ്റു മൈനർ 32. മൈനർ 32 എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് റോയും സെക്കൻഡ് കോളം എലിമിനേറ്റ് ചെയ്യണം. ആരെ എലിമിനേറ്റ് ചെയ്യണം? തേർഡ് റോയും സെക്കൻഡ് കോളം എലിമിനേറ്റ് ചെയ്യണം. എന്നിട്ട് മൈനർ എഴുതണം. അപ്പൊ അതിന് മൈനർ എന്തായിരിക്കും? 3/3 സൈസിന് മൈനർ എപ്പോഴും അടുത്ത താഴത്തെ സൈസിലേക്ക് പോകണം, 2/2. സോ ആരാണ് എലിമെന്റ്സ്? 2, 5, 6, 4. ഇത്രേ ഉള്ളൂ. ഇനി ഇതിനെ സോൾവ് ചെയ്യണം. ഇനി -1 ഹോൾ റേസ് ടു 3 + 2 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ അല്ലേ? 5. അതപ്പം നെഗറ്റീവ് ആയിട്ട് വരും. ഇനി 2/2 ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 × 4 എന്താണ്? 8. 6 × 5 അത് സബ്ട്രാക്ട് ചെയ്യണം, -30. 6 × 5 എന്താണ്? 30. പക്ഷെ അത് സബ്ട്രാക്ട് ചെയ്യണം. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താണ്? -1 ഇൻറ്റു -8 - 2 എത്രയാ? 8 - 30 എത്രയാ? -22. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ എന്തായിരിക്കും? +22. അപ്പൊ ഇതാണ് നമ്മുടെ കോഫാക്ടർ ഓഫ് വാട്ട്? a32. അപ്പൊ അങ്ങനെ വരുന്ന ആൻസർ ഏതാണ്? നമുക്ക് നോക്കാം ഓപ്ഷൻസിൽ. The options is option C.
ഓപ്ഷൻ സി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ. സോ ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ. സോ ഐ ഹോപ്പ് എവരിവൺ ഈസ് ക്ലിയർ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണെന്ന്. ഓക്കെ, സോ ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ തിയറിക്കകത്ത് എന്താ പറയണത്? ഇതിന് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? വിൽ ബി എ സിമെട്രിക് മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ അതിന്റെ ട്രാൻസ്പോസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണേ? അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതെന്ത് മെട്രിക്സ് ആയിരിക്കും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. കണ്ടില്ലേ? നമ്മുടെ പ്രോബ്ലത്തിനകത്ത് ആ ഓപ്ഷൻ എ കണ്ടോ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ തിയറി ക്വസ്റ്റിനകത്ത് ഇങ്ങനെ ഇതാണ് തിയറി പോർഷൻ. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ തിയറി പോർഷൻ കൂടെ വരും. അപ്പൊ നമുക്ക് അതും കൂടെ പ്രിപ്പയർ ആയിരിക്കണം. അപ്പൊ ഇത് ഇങ്ങനെ വന്നേന്ന് നമുക്കൊന്ന് തീരുമാനിക്കണം. സോ ലെറ്റ് us അനലൈസ് ഇറ്റ്. സോ നമ്മുടെ എ, നമുക്കൊരു ജനറൽ എ അങ്ങ് എടുക്കാം. നമുക്ക് എ പറയാം എന്താണ്? ഒരു എ ബി സി ഡി ആണ്. ഒരു 2x2 മെട്രിക്സ് എടുക്കണം. ഒരു സ്ക്വയർ അല്ലേ? ഇനി എ ട്രാൻസ്പോസ് എടുക്കാന്ന് പറഞ്ഞാൽ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യും. അതെങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാൽ എയുടെ കോളമിലെ ഫസ്റ്റ് കോളം അതിനെ റോ ആയിട്ട് എഴുതണം. സോ എ സി. അടുത്ത എയുടെ സെക്കൻഡ് കോളം ഉണ്ടല്ലോ, അത് സെക്കൻഡ് റോ ആയിട്ട് എഴുതണം. സോ ബി ഡി. ഇനി നമുക്ക് വേണ്ട എന്താണ്? എ മൈനസ് എ ട്രാൻസ്പോസ്. അതിന് അനാലിസിസ് അല്ലേ? അപ്പൊ അത് മാത്രം ഞാൻ പ്രൂവ് തരാം. സോ പി ഇസ് ഈക്വൽസ് ടു, ലെറ്റ് us call this as പി. എന്താണ്? എ മൈനസ് എ ട്രാൻസ്പോസ്. സോ നമുക്ക് എ അങ്ങ് എഴുതാം. എന്താണ്? എ ബി സി ഡി മൈനസ് ഓഫ് എ സി ബി ഡി. ഒരു മെട്രിക്സ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക, ഇത് രണ്ടിനും ഒരേ ലോജിക്കാണ്. എന്താണ്? ഇപ്പൊ സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ ഇതാണ് 1 എലിമെന്റ്. 1 പറഞ്ഞാൽ പൊസിഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം. അത് മറ്റേ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം എലിമെന്റ് ആയിട്ട് തന്നെ സബ്ട്രാക്ട് ചെയ്യണം. അല്ലാണ്ട് എനെ കൊണ്ട് സി ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? സി എന്ത് പൊസിഷനാണ്? ഫസ്റ്റ് റോ, പക്ഷെ സെക്കൻഡ് കോളം ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഐ ജെ എലിമെന്റ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് വിത്ത് ഐ ജെ എലിമെന്റ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്. അങ്ങനെയാണ് ഇതിന്റെ റൂൾ പറയുന്നത്. നമുക്ക് ആ സബ്ട്രാക്ഷൻ നടത്തിയാലോ? സോ എ മൈനസ് എ എന്താണ്? 0. അടുത്ത ബി മൈനസ് സി എന്തായിരിക്കും? ബി മൈനസ് സി തന്നെ. സി മൈനസ് ബി എന്തായിരിക്കും? സി മൈനസ് ബി തന്നെ. ഡി മൈനസ് ഡി എന്താണ്? 0. ഇതാണ് എന്റെ പി മെട്രിക്സ്. ദാറ്റ് ഈസ് എ മൈനസ് എ ട്രാൻസ്പോസ്. ഇനി അടുത്തൊരു കാര്യം കിടപ്പുണ്ട്. ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് ഈ സ്ക്യൂ സിമെട്രിക്കിന് അർത്ഥം? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, അതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞ മെട്രിക്സ് അല്ലേ? വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് പി ട്രാൻസ്പോസ്. പി എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു വാട്ട്? മൈനസ് ഓഫ് പി ട്രാൻസ്പോസ്. ഇതിനെയാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. സോ നമുക്ക് ചെക്ക് ചെയ്താലോ? അപ്പൊ നമുക്ക് പി ഇവിടെ ഇത്രയും കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ പി. സോ നമുക്ക് അതിന് പി ട്രാൻസ്പോസ് എടുക്കാം. അപ്പൊ നേരത്തെ എടുത്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് കോളമിനെ ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക. സോ 0 സി മൈനസ് ബി. സെക്കൻഡ് കോളത്തിന് സെക്കൻഡ് റോ ആയിട്ട് എഴുതുക. സോ ബി മൈനസ് സി 0. ഇത് നമ്മുടെ പി അല്ല. കാരണം പിയുടെ എലിമെന്റ്സിനകത്ത് എന്തോ ഇന്റർചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ഇത് ഈക്വൽ അല്ല. കണ്ടല്ലേ? സി മൈനസ് ബി, ബി മൈനസ് സി സെയിം എലിമെന്റ്സ് അല്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു മൈനസ് ടേം കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 0 എന്ന് മൈനസ് എടുത്താൽ 0 തന്നെയാണ്. സി മൈനസ് ബി എന്ന് മൈനസ് എടുക്കുമ്പോൾ അത് എന്താവും? ബി മൈനസ് സി എന്നാവും. അടുത്ത താഴത്തെ ബി മൈനസ് സി എന്നും ഞാൻ മൈനസ് കോമൺ എടുത്താൽ സി മൈനസ് ബി ആൻഡ് ഫൈനലി 0. ഇതെന്റെ പി ആണല്ലേ? സോ ഇതെന്തായി? മൈനസ് ഓഫ് പി ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തെടുക്കുന്നത്. ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. സിമിലർലി നിങ്ങൾക്ക് ഇന്ന്
വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. എന്താണ് ഈ ഫസ്റ്റ് ലോജിക്, എ പ്ലസ് എ ട്രാൻസ്പോസ്. അതും ഇതേപോലെ എങ്ങനെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ സബ്ട്രാക്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് നോക്കണം. ക്ലിയർ ആയാലേ? ഇതാണ് ആ തിയറി പോർഷൻ. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ സി എ പ്ലസ് എ ട്രാൻസ്പോസ് ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ സിമെട്രിക് മെട്രിക്. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി 2 ഡിഫറെന്റ് ബ്രാഞ്ചസ് ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ. വേറൊരു ബ്രാഞ്ച് ചോദിച്ചപ്പോഴത്തേക്ക് മെട്രിക്സിന്റെ നൊട്ടേഷൻ ഒന്ന് മാറ്റിയായിരുന്നു. അവർ എയുടെ പകരം പി എന്ന് പറഞ്ഞ നൊട്ടേഷൻ ആണ് യൂസ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോകാം. സോ കോഫാക്ടർ ഓഫ് ദ എലിമെന്റ് 8 ഓഫ് ദ മെട്രിക്സ് 1 2 3 9 8 7 4 5 6 is. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വേറൊരു വാല്യൂസ് തന്ന ക്വസ്റ്റ്യൻ അല്ലേ? സോ നമുക്കത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യമേ മെട്രിക്സ് ഒന്ന് എഴുതിയെടുക്കാം. നമ്മുടെ മെട്രിക്സ് എന്തായിരുന്നു? 1 2 3 9 8 7 4 5 6. ഇതാണ് നമ്മുടെ മെട്രിക്സ്. നമുക്ക് 8 എന്ന് പറഞ്ഞ എലിമെന്റിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കണം. സോ ആ 8 എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനാണ്? സെക്കൻഡ് റോയും സെക്കൻഡ് കോളം. സോ എനിക്ക് വേണ്ട കോഫാക്ടർ ഓഫ്, നമുക്ക് ആ പൊസിഷൻ വെച്ച് പറയാം. കാരണം ഫോർമുല ഏതാണ് അങ്ങനെയാണ് വരുന്നത് അല്ലെ? പൊസിഷനിൽ നിന്ന് ഏതാണാണ് സുഖം. അക്കോർഡിംഗ് ടു ഫോർമുല എന്തായിരിക്കും? -1/2 + 2. i + j എന്താണ്? 2 + 2 ഇൻറ്റു -2 + 2. -2 + 2 -2, എന്ന് വെച്ചാൽ സെക്കൻഡ് റോയും സെക്കൻഡ് കോളം എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള മൈനർ എടുക്കണം. അപ്പൊ അതാരാ? 1 3 4 6. 1 3 4 6. ഇനി ഇതിനെ സോൾവ് ചെയ്യുന്നു. ഇതൊരു ഈവൻ നമ്പർ അല്ലേ? കാരണം 2 + 2 ഒരു ഈവൻ നമ്പർ ആണല്ലോ. സോ അത് പോസിറ്റീവ് ആണ്. അത് ഏതിന്റെ ആവശ്യമില്ല. 6 × 1 എന്താണ്? 6. 4 × 3 എന്താണ്? -12. ദാറ്റ്സ് ഇറ്റ്. ആൻസർ എന്തായി? -6. അപ്പൊ അങ്ങനെ വരുന്ന ഏത് ഓപ്ഷനുള്ള നമുക്ക് നോക്കിയാലോ? ഉണ്ട് ഓപ്ഷൻ ഡി. കണ്ടില്ലേ? -6 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഐ ഹോപ്പ് എവരിവൺ ഹാസ് അണ്ടർസ്റ്റുഡ് ദിസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. If A and B are two non-singular matrices of the same order, then AB the whole inverse is. ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ലോജിക് ആണിത്. സോ ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്? 4. ഇനി അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് വേണ്ട എന്താണ്? AB the whole inverse. According to theory, അതിന്റെ ആൻസർ is B inverse into A inverse. എന്ന് വെച്ചാൽ ഇൻവേഴ്സ് നമ്മൾ അകത്ത് മൾട്ടിപ്പിളിനകത്ത് കയറ്റുമ്പം അതിന്റെ ഓർഡർ റിവേഴ്സ് ചെയ്യണം. അതാണ് റൂൾ പറയുന്നത്. അപ്പൊ ആൻസർ എന്തായിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് ഓപ്ഷൻ എ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ഇത് കൂടാണ്ട് തന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പറഞ്ഞു. ഈ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് വന്നാലും ആ ട്രാൻസ്പോസ് അകത്ത് കയറ്റുമ്പം ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഇതും കൂടെ പഠിച്ചു വെച്ചു. ഓക്കെ. സോ എ ബി ദ ഹോൾ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണെങ്കിൽ അതേ ലോജിക് തന്നെ ട്രാൻസ്പോസിന് അപ്ലിക്കബിൾ ആണ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്താണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇത് ഈ പർട്ടിക്കുലർ ക്വസ്റ്റിന് വേണ്ട, പക്ഷെ ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അടുത്ത പോർഷൻ. Okay, solution of system of equations x plus y plus z, 2x plus 5y plus 7z equal to 52. പിന്നെ 2x plus y minus z is equal to 0. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ. സോ എന്തൊക്കെ വേണ്ടേ? x plus y plus z is equal to 9, 2x plus 5y plus 7z is equal to 52. പിന്നെ എന്താണ്? 2x plus y minus z is equal to 0. നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ? സോ ആദ്യമേ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 5, x plus y plus z is equals to 9. Second equation was 2x plus 5y plus 7z equal to 52. Third question എന്താണ്? 2x plus y minus z is equal to 0. ഇനി
ഇത് ആക്ച്വലി സോൾവ് ചെയ്യാൻ വേണ്ടി ഇത് ഒറിജിനൽ ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം, ഷോർട്ട് കട്ടും കാണിച്ചു തരാം. ഒറിജിനൽ ടെക്നിക്ക് ഇസ് ഗിവൺ ബൈ, നിങ്ങളുടെ സിലബസിനകത്ത് പഠിക്കാനുള്ള ഒരേ ഒരു റൂൾ ഉള്ളൂ, ക്രേമേഴ്സ് റൂൾ. എന്താണ് ക്രേമേഴ്സ് റൂൾ? What does Kramer says? X value of this equation will be given by x is equals to. Okay, before discussing Kramer's rule, ഞാൻ ഒരു കാര്യം ചെയ്താൽ വിട്ടുപോയി. നമുക്ക് ക്രേമേഴ്സ് റൂൾ എഴുതുന്നതിന് മുമ്പ് ഇതിന്റെ മെട്രിക്സ് ഫോർമാറ്റ് ഒന്ന് എഴുതാം. ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് എന്ത് മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതാം? AX ഈക്വൽ ടു B എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഫോമിൽ എഴുതാം. സോ ആ മെട്രിക്സ് ഒന്ന് എഴുതിയാലോ? വാട്ട് ഈസ് എ മെട്രിക്സ്? എ മെട്രിക്സിനെ നമ്മൾ പറയുന്നത് കോയിഫിഷ്യൻ മെട്രിക്സ്. നമ്മുടെ XYZ കോയിഫിഷ്യൻസ് ഇല്ലേ, അതങ്ങ് എഴുതുക. സോ കോയിഫിഷ്യൻ ഓഫ് എക്സ് എന്താണ്? 1 അല്ലേ? ഇവിടെ ഫസ്റ്റ് ഇവിടെയും 1, ഇവിടെയും 1. അടുത്ത് ഇവിടുത്തെ കോയിഫിഷ്യൻസ് അതേപോലെ എഴുതാം. എന്താണ്? 2, 5, 7. പിന്നെ ഫൈനൽ കോയിഫിഷ്യൻസ് എന്താണ്? 2, 1, -1. ഇതാണ് എൻ്റെ എയുടെ കോയിഫിഷ്യൻസ്. ഇനി ക്യാപിറ്റൽ എക്സിന്റെ കോയിഫിഷ്യൻസ് എന്താണ്? എക്സ്, വൈ, സെഡ്. അതാണ് നമ്മുടെ എക്സ് മെട്രിക്സ്. ഇനി ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ എന്താ മെട്രിക്സ് ആണ്? കോൺസ്റ്റന്റ് മെട്രിക്സ് എന്ന് പറയും. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ടേംസ് ഉണ്ടല്ലോ റൈറ്റ് സൈഡിലുള്ള, അതായത് ഇതാണ് നമ്മുടെ AX ഈക്വൽ ടു ബി. എന്നുവെച്ചാൽ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെയാണ് മെട്രിക്സ് ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്യുന്ന ലോജിക് ഇതാണ്. ഇനി വൺസ് ഇത് അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ക്രേമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യാം. ബൈ ക്രേമേഴ്സ് റൂൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളുടെ ആൻസർ ഇസ് dx by d. y എന്ന് പറഞ്ഞ വേരിയബിളുടെ ആൻസർ എന്താണ്? ഡിറ്റർമിനന്റ് dy by d. ആൻഡ് z എന്ന് പറഞ്ഞ വേരിയബിൾ എന്താണ്? ഡിറ്റർമിനന്റ് dz by d. ഇതാണ് ക്രേമേഴ്സ് റൂൾ പറയുന്ന ലോജിക്. അപ്പൊ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഡിറ്റർമിനന്റ് വരുന്നുണ്ട്, dx, dy, dz, d. ഈ 4 ഡിറ്റർമിനന്റ് എന്താണ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ഡിറ്റർമിനന്റ് d. d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേരിയബിൾ ഇല്ലേ, കോയിഫിഷ്യൻ മെട്രിക്സ് ഇല്ലേ, അതിന്റെ ഡിറ്റർമിനന്റ് എടുത്താൽ മതി. സോ എങ്ങനെയാണ്? 1, 1, 1, 2, 5, 7, 2, 1, -1. ഇതാണ് ഫസ്റ്റ് ഡിറ്റർമിനന്റ്. d എന്ന് പറഞ്ഞ സാധനം ഇതാണ്. എപ്പോഴും ഇതെപ്പോഴും എല്ലാത്തിനും ഡിനോമിനേറ്ററിൽ വരുന്ന സാധനമാണ്. ഇനി എങ്ങനെയാണ് ഒരു 3/3 ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാം? 3/3 ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുന്ന ലോജിക് ഇങ്ങനെയാണ്. ഞാൻ ആദ്യം ഇതിന്റെ ഒറിജിനൽ ടെക്നിക് കാണിച്ചു തരാം. അടുത്ത ഡിറ്റർമിനന്റിൽ ഞാൻ ഇതിന്റെ ഷോർട്ട് കട്ടും കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഏതാണ് കൺവീനിയന്റ് നിങ്ങൾ അത് യൂസ് ചെയ്യാം. സോ 3/3 ഡിറ്റർമിനന്റ് വളരെ എളുപ്പത്തിന് സോൾവ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഒറിജിനൽ ഫോർമുല. ഒറിജിനൽ ഫോർമുല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം എടുക്കുക, അത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. സോ ഫസ്റ്റ് ടേം ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു. എന്നിട്ട് മൈനർ എടുക്കണം. എന്ത് മൈനർ? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്ത മൈനർ. മൈനർ എപ്പോഴും നമ്മൾ ആരെ എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്യും. സോ അതാരാണ്? 5, 7, 1, -1. 5, 7, 1, -1. അടുത്ത സെക്കൻഡ് എലിമെന്റ് എടുക്കണം. പക്ഷെ സെക്കൻഡ് എലിമെന്റ് മൈനസ് എടുക്കണം. സോ -1 അല്ലേ? ഫസ്റ്റ് പോസിറ്റീവ് എടുക്കണം, പിന്നെ ഓൾട്ടർനേറ്റ് നെഗറ്റീവ് എടുക്കണം. സോ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് എടുത്തുകൊണ്ട് പോകണം. സോ ഇനി ആരെ എലിമിനേറ്റ് ചെയ്യണം? ഈ എലിമെന്റ് എടുക്കുമ്പം അതിന്റെ റോയും അതിന്റെ കോളം എലിമിനേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ അതേത് മൈനർ ആയിരിക്കും? 2, 7, 2, -1. അടുത്ത തേർഡ് എലിമെന്റ് എടുക്കുക. സോ +1. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയും തേർഡ് കോളം എലിമിനേറ്റ് ചെയ്യും. സോ അതാരാണ്? 2, 5, 2, 1. ഇനി ഇത് സോൾവ് ചെയ്തെടുത്താൽ മതി. 2/2 ഡിറ്റർമിനന്റ് ഞാൻ കുറച്ചുമ്പോ കാണിച്ചെന്നില്ല എങ്ങനെ സോൾവ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ സോൾവ് ചെയ്യാം. സോ പോസിറ്റീവ് 1 കഴിഞ്ഞാൽ +1 എന്നല്ലേ? സോ -5, -7. സോ എന്ത് വരും? -5, -7. കാരണം 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും വ്യത്യാസം വരുന്നില്ല. അടുത്ത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് കളയാൻ പറ്റത്തില്ല. -2, -14. -2, -14 പ്ലസ് ഇത് പോസിറ്റീവ് 1 ആയ കാരണം ഞാൻ എഴുതുന്നില്ല. 2, -10. ഓക്കെ. സോ ഇനി ഇത് സോൾവ് ചെയ്താലോ? -5, -7 എത്രയാണ്? -12.
-2 -14 -16 ആണ്, പക്ഷെ പുറത്തുള്ള മൈനസ് അതിനെ പ്ലസ് ആക്കും. സോ +16. പിന്നെ ഇതെന്താണ് 2 - 8, സോ -8. ഇത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ എന്താണ് -4. സോ എന്താ ഡിയുടെ വാല്യൂ എന്താണ് -4. ഇതാണ് മെട്രിക്സിന്റെ ഒറിജിനൽ സോൾവിങ് ഫോർമുല. ഒരു 3/3 ഡിറ്റർമിനന്റ് എങ്ങനെ സോൾവ് ചെയ്യേണ്ട പ്രോസസ് ആണ് നമ്മുടെ ഒറിജിനൽ ടെക്നിക്കായിട്ട് കാണിച്ചു തന്നത്. ഇനി നമുക്ക് ഷോർട്ട് കട്ടിലേക്ക് വരാം. സോ അതിനുവേണ്ടി ഞാൻ DX ഷോർട്ട് കട്ടിൽ സോൾവ് ചെയ്യാം. അപ്പം ഷോർട്ട് കട്ട് മനസ്സിലാക്കാൻ നമുക്ക് ബിഫോർ സ്റ്റാർട്ടിങ് ദ ഷോർട്ട് കട്ട് DX എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കണം. നമ്മുടെ ഡി ഡിറ്റർമിനന്റ് ഉണ്ടല്ലോ, ഡി ഡിറ്റർമിനകത്ത് എക്സിന്റെ കോഎഫിഷ്യൻസ് ആരാണ്? അപ്പൊ 3 ഇക്വേഷനിലെ എക്സ് കോഎഫിഷ്യൻസ് ആരാണ്? 1, 2, 2. അതിവിടെ എങ്ങനെയാണ് ഒരു കോളം ആയിട്ടല്ലേ വരുന്നത്, 1, 2, 2 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യൻസിനെ റീപ്ലേസ് ചെയ്ത് കോൺസ്റ്റന്റ് ടേംസ് എഴുതണം. DX എന്ന് പറഞ്ഞാൽ ലെറ്റ് മീ റിപ്പീറ്റ്, എക്സിന്റെ കോഎഫിഷ്യൻസിനെ റീപ്ലേസ് ചെയ്ത് ആരെ എഴുതണം? ഈ കോൺസ്റ്റന്റ് ടേംസിനെ എഴുതണം. ബാക്കി ടേംസിൽ ഒരു വ്യത്യാസവും ഇല്ല. സോ DX ഡി എന്നുള്ള ഇങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. ഇത് ഡി ആണെങ്കിൽ ഡിക്കകത്തുള്ള ഫസ്റ്റ് കോളത്തിൽ എന്ത് എഴുതണം? നമ്മുടെ കോൺസ്റ്റന്റ് ടേംസ് എഴുതണം. സോ ഫസ്റ്റ് കോളം എന്തായിരിക്കും? 9, 52, 0. അടുത്ത ബാക്കി കോളംസ് എല്ലാം പഴയ പോലെ. ഇത് നമ്മുടെ ഡി ഇതായിരുന്നല്ലോ. സോ എന്താണ് ബാക്കി കോളംസ്? 1, 5, 1. പിന്നെ ആരാണ്? 1, 7, -1. ഓക്കെ, ഇനി ഇതിന്റെ ഷോർട്ട് കട്ട് കാണിച്ചു തരാം. എങ്ങനെ ഇത് ഷോർട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഇതെങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിറ്റർമിനന്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഇപ്പം 1, 2, 3 കോളംസ് ചെയ്തില്ലേ, അടുത്ത 2 കോളംസ് കൂടെ അഡീഷൻ ചെയ്യണം. ആ 2 കോളംസ് എങ്ങനെ സൈക്കിൾ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, പിന്നെ വീണ്ടും ഫസ്റ്റ് കോളം എഴുതണം. സോ 9, 52, 0. പിന്നെ വീണ്ടും സെക്കൻഡ് കോളം എഴുതണം. 1, 5, 1. അത്ര എഴുതിയാൽ മതി. അപ്പോൾ ഈ കോളം കഴിഞ്ഞിട്ട് അഡീഷണൽ 2 കോളം കൂടെ ചേർക്കണം. പഴയ കോളത്തിന്റെ ഓർഡറിൽ തന്നെ പോകണം. 9, 52, 0, 1, 5, 1. ഇത്ര എഴുതിയാൽ മതി. ഇതാണ് അഡീഷണൽ ആയിട്ട് എഴുതേണ്ട കാര്യം. ഇനി ഇതിന്റെ സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എലിമെന്റ്സിന്റെ മൾട്ടിപ്പിൾസ് ആണ്. എങ്ങനെയാണ് ഡയഗണൽ എലിമെന്റ്സ്? ഇതാണ് ഒരു ഡയഗണൽ, ഇതാണ് വേറൊരു ഡയഗണൽ. ഡയഗണൽ എപ്പോഴും 3 എലിമെന്റ്സ് വരുന്ന ഡയഗണൽ എടുക്കണം. ഡയഗണൽ എപ്പോഴും എങ്ങനെ എടുക്കണം? 3 എലിമെന്റ്സ്. അപ്പൊ ഈ ഡൗൺവേർഡ് ഡയഗണൽസിന്റെ അഡീഷൻ ചെയ്യണം. സോ ഡൗൺവേർഡ് ഡയഗണൽസ് ആർക്കാണ്? സെലക്ട്സ് അതിനെ പ്രൊഡക്റ്റ് ചെയ്യാം. സോ ഡൗൺവേർഡ് ഡയഗണൽസിനെ പ്രൊഡക്റ്റ് എടുത്ത് അത് ആഡ് ചെയ്യണം. ഡൗൺവേർഡ് ഡയഗണൽസിനെ പ്രൊഡക്റ്റ് എടുത്തിട്ട് അത് ആഡ് ചെയ്യണം. സോ 9 into 5 into -1 എത്രയാ? -45. 9 5 45. 45 into -1 -45. 1 into 7 into 0 അതെന്താണ്? 0 ആണ്. പിന്നെ 1 into 52 into 1 അതെന്താണ്? +52. അപ്പൊ കണ്ടില്ലേ, ഡൗൺവേർഡ് ഡയഗണൽസ് ഞാനിപ്പം ആഡ് ചെയ്തു. ഇനി അടുത്ത തീർന്നില്ല, അടുത്ത പോർഷൻ കൂടെ വെക്കേണ്ട. ഇനി അപ്വേർഡ് ഡയഗണൽസ് എടുക്കണം. ഓക്കെ, സോ ഇനി അപ്വേർഡ് ഡയഗണൽസ് തന്നെ, ഇതാണ് അപ്വേർഡ് ഡയഗണൽസ് അല്ലേ. ഇനി ഇതിന്റെയും പ്രൊഡക്റ്റ് എടുത്ത് സം ചെയ്യണം. പക്ഷെ അത് നേരത്തെ ചെയ്ത സാധനത്തോടെ മൈനസ് ചെയ്യണം. സോ ഇനി അപ്വേർഡ് ഡയഗണൽസിനെ ആഡ് ചെയ്യാം. സോ 0, 5, 1 അതെന്താണ്? 0. എന്തായിരിക്കും? 0. അടുത്ത 1 into 7 into 9. 9 7s are 63. സോ +63. പിന്നെ 1 -1 into 52. -52. 52 into 1 -52 into 1 -52. കണ്ടില്ലേ? സോ ഒന്നുകൂടെ പറയാം, അപ്വേർഡ് ഡയഗണൽസിനെ പ്രൊഡക്റ്റ് എടുത്ത് സം ചെയ്യണം. സിമിലർലി ഡൗൺവേർഡ് ഡയഗണൽസിനെ പ്രൊഡക്റ്റ് എടുത്ത് സം ചെയ്യണം. സം ഓഫ് ദ ഡൗൺവേർഡ് ഡയഗണൽസും മൈനസ് സം ഓഫ് ദി അപ്വേർഡ് ഡയഗണൽസ് ചെയ്യണം. ലെറ്റ് മീ റിപ്പീറ്റ്, ഡൗൺവേർഡ് ഡയഗണൽസിന്റെ പ്രൊഡക്റ്റ് എടുത്ത് സം ചെയ്യണം, അപ്വേർഡ് ഡയഗണൽസിനെ പ്രൊഡക്റ്റ് എടുത്ത് സം ചെയ്യണം. പിന്നെ സം ഓഫ് ഡൗൺവേർഡ് ഡയഗണൽസ് മൈനസ് സം ഓഫ് അപ്വേർഡ് ഡയഗണൽസ്. ഇങ്ങനെയാണ് ഇതിന്റെ ഫോർമുലേറ്റ് ചെയ്യണം. ഇനി ഇതിന്റെ ആൻസർ എടുത്താൽ മതി. എത്ര ആൻസർ? -45 + 52 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? +7. -63 - 52 എത്രയാ? വിൽ ബി +11 അല്ലേ. സോ 7 - 11 വരും. എത്ര ആൻസർ? -4. ഇതാണ് എന്റെ DXന്റെ വാല്യൂ. സിമിലർലി അടുത്ത DY എന്ത് ചെയ്യും?
ഇനി ഏത് കോയിഫിഷ്യൻസ് റീപ്ലേസ് ചെയ്യും? ഡി എക്സിനകത്ത് നമ്മൾ എക്സ് കോയിഫിഷ്യനെ റീപ്ലേസ് ചെയ്തെങ്കിൽ ഡി വൈക്കകത്ത് വൈ കോയിഫിഷ്യൻസ് റീപ്ലേസ് ചെയ്യണം. ആരാണ് എൻ്റെ വൈ കോയിഫിഷ്യൻസ്? 1, 5, 1. ഇവരെ നമ്മൾ ആരായിട്ട് റീപ്ലേസ് ചെയ്യണം? 9, 52, 0. സോ 1, 2, 2, 9, 52, 0. ലാസ്റ്റ് റോ പഴയ പോലെ തന്നെ എന്താണ്? 1, 7, -1. ഇനി നമുക്ക് ആ ഷോർട്ട് കട്ട് അടിച്ചാലോ? 1, 2, 2, 9, 52, 0. ഓക്കെ, ഡൗൺവേർഡ് ഡയഗണൽസ് എടുക്കാം. ഇതല്ലേ നമ്മുടെ ഡൗൺവേർഡ് ഡയഗണൽസ്. സോ 1 × 52 × -1 എന്തായിരിക്കും? -52. 9 × 7 × 2. സോ 9, 7 63. 63 × 2 എന്തായിരിക്കും? 126. സോ പ്ലസ് 126. 1 × 2 × 0 എന്താണ്? 0 തന്നെയാണ്. സോ പ്ലസ് 0. മൈനസ് അപ്വേർഡ് ഡയഗണൽസ്. അപ്വേർഡ് ഡയഗണൽസ് ആരാണ്? ഇത് പിന്നെ ഇത്. സോ 52 × 2 എന്താണ്? 104. 52 × 2 എന്താണ്? 104. 0 × 7 × 0 0 തന്നെയാണ്. പിന്നെ -1 × 2 × 9 അത് എത്രയായിരിക്കും? -18 അല്ലെ? ഇനി -52 × 126 എത്രയായിരിക്കും? 4, പിന്നെ 12, 7, 74 അല്ലേ? 74 പ്ലസ് 50 -52 ആണ്, പ്ലസ് 74. മൈനസ് 104 - 18. 104 - 10 എത്രയാ? 94. 94 - 8 കൂടെ ചെയ്യുമ്പോൾ എത്രയാവും? 86. സോ -86. 74 - 86 എത്രയാ? -12. ഇനി ഫൈനൽ ഒരു സാധനം കൂടെ കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് dz. 1, 2, 2. ഇനി ആരെ റീപ്ലേസ് ചെയ്യണം? z കോയിഫിഷ്യൻ. ഇതാണ് നമ്മുടെ z കോയിഫിഷ്യൻ. അതിനെ റീപ്ലേസ് ചെയ്യണം. നമ്മുടെ y കോയിഫിഷ്യൻ എന്തായിരുന്നു? 151. z കോയിഫിഷ്യന്റ് എന്താ റീപ്ലേസ് ചെയ്യേണ്ടത്? 9, 52, 0. ഇനി ഷോർട്ട് കട്ട് വെച്ച് എന്താണ്? വീണ്ടും ആ ഫസ്റ്റ് കോളം രണ്ടും എഴുതുക. ഇനി 150 എന്താണ്? 0. 152, 2. 152, 2 എന്താണ്? 104. 9 × 2 × 1. സോ പ്ലസ് 80. മൈനസ് upward diagonals. So 9 × 5, 45. 45 × 2 എത്ര? 90. 90. അടുത്ത പ്ലസ് 52 പ്ലസ് 0 × 2 × 1 എന്താണ്? 0 തന്നെ. ഇനി 104 പ്ലസ് 18 എത്രയായിരിക്കും? 104 പ്ലസ് 8 എത്രയാ? അല്ലെങ്കിൽ 104 പ്ലസ് 10 എത്രയാ? 114. 114 പ്ലസ് 8 എത്രയായിരിക്കും? 122. അടുത്ത 90 പ്ലസ് 52 അത് എത്രയായിരിക്കും? 142. സോ മൈനസ് 142. 122 മൈനസ് 142 എത്രയാണ്? -20. ഇനി എൻ്റെ എക്സ് വാല്യൂ എന്തായിരുന്നു? dx ഡിവൈഡഡ് ബൈ t. dx നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ എന്തായിരുന്നു? -4. ഡിയും എൻ്റെ -4 ആണ്. സോ ആൻസർ എന്താണ്? 1. സോ ആൻസർ എന്താണ്? +1. അടുത്ത y എന്തായിരിക്കും? ഡിറ്റർമിനന്റ് dy ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് d. എന്തായിരിക്കും അത്? ഡിറ്റർമിനന്റ് dy -12 ആയിരുന്നു. ഡിറ്റർമിനന്റ് d വാസ് -4. സോ ആൻസർ ഇസ് 3. ആൻഡ് ഫൈനലി z എന്താണ്? ഡിറ്റർമിനന്റ് dz ഡിവൈഡഡ് ബൈ d. അതിപ്പോൾ എത്രയാ? -20 ഡിവൈഡഡ് ബൈ -4. അപ്പൊ ആൻസർ എന്താണ്? 5. അപ്പൊ ഇതാണ് നമ്മുടെ 3 വാല്യൂസ്, 1, 3, 5. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എന്താണ് നോക്കാൻ നമുക്ക്? 1, 3, 5. ദാറ്റ് ഈസ് ഓപ്ഷൻ ടി. ആൻസർ ഇസ് ഓപ്ഷൻ ടി. ഇതാണ് നമ്മുടെ ക്രേമേഴ്സ് റൂൾ. ഒരിക്കലും എങ്ങനെ ഇത് സോൾവ് ചെയ്യേണ്ട ലോജിക്. ഇനി ക്രേമേഴ്സ് റൂൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം. കാരണം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഉള്ള കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഓപ്ഷൻസ് ഉള്ള കാരണം നമുക്ക് എന്ത് ഷോർട്ട് കട്ട് അടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ, ഇതെന്താണ്? ഇത് ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കിത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് ഇക്വേഷൻ ബാലൻസ് ആവണം. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഓപ്ഷൻ എ. ഓപ്ഷൻ എയിൽ എക്സ് വാല്യൂ എന്താണ്? 1.
ഓപ്ഷൻ ബിയിലെ y വാല്യൂ 3 ആണ്, ഓപ്ഷൻ എയിലെ z വാല്യൂ എന്താണ് 4 ആണ്. സോ 1 + 3 + 4 എത്രയായിരിക്കും? 1 + 3 is 4, 4 + 4 is 8. 8ഉം 9 ഈക്വൽ അല്ലല്ലോ. അപ്പൊ അത് ഒരിക്കലും ഇതിന് ആൻസർ ആയി വരത്തില്ല. കാരണം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ്ലി ബാലൻസ് ആവണം. ബാലൻസ് ആവുന്നില്ലെങ്കിൽ അത് ആൻസർ അല്ല. സോ ഒരു ഇക്വേഷനിൽ ബാലൻസ് ആവുന്നില്ലെങ്കിൽ ബാക്കി ഇക്വേഷനിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം. -1 + 4 + 4. -1 + 4 എന്താണ്? 3. 3 + 4 എത്രയാ? 7. ഇതേ വീണ്ടും പ്രശ്നം. നമുക്ക് 9 വേണ്ട ബാലൻസ് ചെയ്യാൻ, അതും നടക്കുന്നില്ല. ഓപ്ഷൻ സി ചെക്ക് ചെയ്താലോ. -1 + 5 + 5. സോ -1 + 5 എത്രയാ? 4 ആൻഡ് 4 + 5 എത്രയാ? 9. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നിർത്താൻ പറ്റില്ല, മറ്റേ ഇക്വേഷനും ചെക്ക് ചെയ്യണം. സോ -1 × 2 എത്രയാ? -2. 5 × 5 എത്രയാ? 25. 7 × 5 എത്രയാ? 35. സോ -2 + 25 + 35. -2 + 25 എത്രയാ? 23. 23 + 35 എത്രയായിരിക്കും? സോ നമുക്ക് 35 + 20 ആഡ് ചെയ്താൽ അതിന് 35 + 20 is 45. 55 + 3 എന്ന് പറഞ്ഞാൽ 58. എനിക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടത് 52. അപ്പൊ സി ഓപ്ഷൻ ഇക്വേഷൻ 2നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ അത് ആൻസർ ആവോ? ഇല്ല. ഞാൻ ഓപ്ഷൻ ഡി ചെക്ക് ചെയ്താൽ എല്ലാത്തിനും ബാലൻസ് ചെയ്യും. നോക്കാം. 1 + 3 + 5 എത്രയാ? 1 + 3 is 4, 4 + 5 is 9. ഫസ്റ്റ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. 1 + 3 + 5. സോ 2 × 1 2, 5 × 3 എത്രയാ? 15. സോ 2 + 15 എത്രയാ? 17. പ്ലസ് 7 × 5 35. 35 + 17 എത്രയാണ്? 35 + 10 is 45. 45 + 7 is 52. സെക്കൻഡ് ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. തേർഡ് ഇക്വേഷൻ ചെക്ക് ചെയ്താലോ. 2 × 1 is 2 + 3. സോ 2 + 3 എത്രയാ? 5. -5 5 - 5 എന്താണ്? 0. പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞത്. നമുക്ക് ഓപ്ഷൻസ് ഉള്ള കാരണം നമുക്ക് ഇങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ ഹോപ്പ് എവരിവൺ ഹാസ് അണ്ടർസ്റ്റുഡ് ദ ഷോർട്ട് കട്ട്, ഹൗ ഇറ്റ് ഈസ് അപ്ലൈഡ്. സോ ഇത് നമുക്ക് ആക്ച്വലി ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ പോലെ ആവശ്യമില്ല, നിങ്ങൾ ഓവറലി ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 5 ഈസ് അണ്ടർസ്റ്റുഡ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് വരാം. ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് 1 - 1 1 1 is. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്? സോ ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്? 5 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 6. നമ്മുടെ എ മെട്രിക്സ് എന്താണ്? നമുക്ക് ആദ്യം അതൊന്ന് എഴുതാം. 1 - 1 1 1. 1 - 1 1 1. ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല ഈസ് അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഓക്കെ, അപ്പൊ എ ഇൻവേഴ്സ് എന്താണ്? അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഇനി ഞാൻ നേരെ ഷോർട്ട് കട്ട് കാണിച്ചു തരാം. ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ദിസ് ഇസ് വാലിഡ് ഓൺലി ഫോർ എന്താണ്? 2/2. നേരെ നമുക്ക് എയിന്ന് അഡ്ജോയിന്റ് ചെയ്താം. എങ്ങനെയാണ് എയിന്ന് അഡ്ജോയിന്റ് ചെയ്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതില്ലേ ഡയഗണൽ എലിമെന്റ്സ്, ഇതിനാണ് ഡയഗണൽ എലിമെന്റ്സ് എന്ന് പറയാം. ഈ ഡയഗണൽ എലിമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. സോ 1 അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ 1 എന്ന് കിട്ടത്തുള്ളൂ അല്ലേ? രണ്ടിടത്തും 1 അല്ലേ? സോ ഒരേ വാല്യൂ തന്നെ കിട്ടും. ഇനി നോൺ ഡയഗണൽസിന് ഇന്റർചേഞ്ച് ചെയ്യേണ്ട, പക്ഷെ അതിന്റെ സൈൻ മാറ്റണം. നോൺ ഡയഗണൽസിന് എന്ത് ചെയ്യേണ്ട? ഇന്റർചേഞ്ച് ചെയ്യേണ്ട, പക്ഷെ സൈൻ മാറ്റണം. സോ -1ന്റെ സൈൻ മാറും എന്താവും? +1 ആവും. +1ന്റെ സൈൻ മാറും എന്താവും? -1 ആവും. ഇതാണ് നമ്മുടെ അഡ്ജോയിന്റ്. ലെറ്റ് മീ റിപ്പീറ്റ്. ഡയഗണൽ എലിമെന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക, നോൺ ഡയഗണൽസിനെ സൈൻ ചേഞ്ച് ചെയ്യുക. ഡയഗണൽ എലിമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്യുക, നോൺ ഡയഗണൽസിനെ സൈൻ ചേഞ്ച് ചെയ്യുക. ഇതാണ് അഡ്ജോയിന്റ്. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡിറ്റർമിനന്റ് ഓഫ് എ എന്തായിരിക്കും? 1 × 1 എന്താണ്? 1 മൈനസ് ഓഫ് 1 × -1 എന്താണ്? -1. അപ്പൊ ആൻസർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി എ ഇൻവേഴ്സ് എന്താണ്? സോ മോഡുലസ് ഓഫ് എ എന്താണ്? 2 അല്ലേ? സോ ആ 1/2 കോമൺ എഴുതാം. ഇൻടു അഡ്ജോയിന്റ് എന്താണ്? അഡ്ജോയിന്റ് മെട്രിക്സ് എന്താ? 1 1 -1 1. ഇതാണ് നമ്മുടെ ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് നോക്കാം ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. 1/2 1 1 -1 1.
ഓപ്ഷൻ സി തെറ്റാണ്, കാരണം ഈ -1 ഇവിടെയാണ് വരേണ്ടത്. കണ്ടില്ലേ, ഓപ്ഷൻ സിയിൽ -1 തെറ്റായിട്ടാണ് കാണിച്ചേക്കുന്നത്. സോ അതാണ് ഓപ്ഷൻ സി റോങ്. ഓപ്ഷൻ ബി എന്താണ്? അഡ്ജോയിൻ മാത്രമാണ്, അത് ഇൻവേഴ്സ് ആയിട്ടില്ല. ആൻഡ് ഓപ്ഷന്റെ ഇതായിട്ടൊരു ബന്ധമില്ല. ഓക്കെ, ഓപ്ഷൻ എ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇൻവേഴ്സ് എടുത്ത ഐഡന്റിറ്റി കിട്ടത്തൊന്നുമില്ല. ഐഡന്റിറ്റി മെട്രിക്സിന് ഇൻവേഴ്സ് എടുത്താൽ മാത്രമേ ഐഡന്റിറ്റി കിട്ടത്തുള്ളൂ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ ആൻസർ ഇസ് വാട്ട്? ഓപ്ഷൻ ഡി. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇൻവേഴ്സിന്റെ ലോജിക്. അടുത്ത നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ഇത് കുറച്ച് ലെന്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് ട്രിഗ്നോമെട്രിയും വരുന്നുണ്ട്, മെട്രിക്സും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ട്രിഗ്നോമെട്രിയുടെ പറയുന്ന സാധനങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. So if p is equal to cos theta sin theta minus sin theta cos theta, then p cube is. അപ്പോൾ നമുക്ക് p cube കണ്ടുപിടിക്കണം. So let's work it out. Question number 7. നമ്മുടെ p എന്താണ്? cos theta sin theta minus sin theta cos theta. അപ്പം നമുക്കറിയാം പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഇൻറ്റു പി ആണ് അല്ലേ? ദാറ്റ് ഇസ് പ്രൊഡക്റ്റ് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു പി. അപ്പം നമുക്ക് പി രണ്ടാണ് എഴുതി പ്രൊഡക്റ്റ് ചെയ്താലോ? കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്തത് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ ആൻഡ് ഫൈനലി എന്താണ്? കോസ് തീറ്റ. അപ്പൊ പി രണ്ടാണ് എഴുതി. ഇനി ഞാൻ പ്രൊഡക്റ്റ് ചെയ്യാൻ പോകും. എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യട്ടെ? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ കാണിച്ചറിയാം മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇതിനെ ഈ കോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ കോസ് ഇൻറ്റു കോസ് തീറ്റ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ. അടുത്തത് സൈൻ തീറ്റ ഇൻറ്റു ഈ മൈനസ് സൈൻ തീറ്റ. അപ്പൊ എന്താവും? മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എന്നിട്ട് അതിനെ ആക്ച്വലി ആഡ് ചെയ്യണം. പക്ഷെ ഇവിടെ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വരുന്ന കാരണം ആഡ് പ്ലസ് ഓഫ് മൈനസ് എന്താണ്? മൈനസ് തന്നെയാണ്. ലെറ്റ് മീ റിപ്പീറ്റ്. ഫസ്റ്റ് കോളത്തിനെ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യത്തെ മെട്രിക്സിൽ നിന്ന് റോ, സെക്കൻഡ് മെട്രിക്സിൽ നിന്ന് കോളം, അങ്ങനെയാണ് എടുത്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ മെട്രിക്സിൽ നിന്ന് റോ, സെക്കൻഡ് മെട്രിക്സിൽ നിന്ന് കോളം, എന്നിട്ട് അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പം ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെയാണ് പൊസിഷൻ വരുന്നത് അല്ലേ? സോ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ അതെന്തായിരിക്കും? കോസ് തീറ്റ സൈൻ തീറ്റ. അടുത്ത സൈൻ തീറ്റ ഇൻറ്റു ഈ കോസ് തീറ്റ. സോ അതെന്താണ്? സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ. അടുത്ത മൈനസ് സൈൻ തീറ്റ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. സോ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്തായിരിക്കും? മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്ത കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. ശ്രദ്ധിക്കുക, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളമാണ്. സോ കോസ് തീറ്റ ഇൻറ്റു പിന്നെ എന്ത് ചെയ്യണം? മൈനസ് സൈൻ തീറ്റ. സോ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്ത ആരാണ്? സെക്കൻഡ് റോ സെക്കൻഡ് കോളം. സോ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്താണ്? മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്തായിരിക്കും? പ്ലസ് കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന സാധനം. ഇതിനൊന്ന് നമുക്ക് മര്യാദക്കൊന്ന് റീഅറേഞ്ച് ചെയ്തേക്കാം. സോ കോസ് സ്ക്വയർ തീറ്റ മൈനസ് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ. അതിൽ പ്രത്യേകിച്ച് റീഅറേഞ്ച്മെന്റ് ഇല്ല. ഇത് രണ്ടും ഒരേ ടേം അല്ലേ? ഇപ്പൊ ഇത് ആഡ് ചെയ്ത് എഴുതാം. എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്ത് ഇതും ആക്ച്വലി ഒരേ ടേം അല്ലേ? പക്ഷെ ഇവിടെ മൈനസ് ഉണ്ട്. സോ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ്? മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ആൻഡ് ഇതിനെ ആദ്യമേ പോസിറ്റീവ് ടേം ആദ്യം എഴുതാം, നെഗറ്റീവ് ടേം പിന്നീട് എഴുതാം. സോ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ട്രിഗ്നോമെട്രി റിലേഷൻഷിപ്സ് പഠിക്കേണ്ടി വരും. സോ ഫസ്റ്റ് നിങ്ങൾ സൈൻ 2 തീറ്റ എന്താണ് മനസ്സിലാക്കണം. സൈൻ 2 തീറ്റ എന്താണ്?
2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇതാണ് ഫസ്റ്റ് ഫോർമുല. അടുത്ത കോസ് 2 തീറ്റയുടെ ഫോർമുല അതെന്താണ്? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ആക്ച്വലി ഇത് കൂടാണ്ട് വേറെ ഫോർമുല ഉണ്ട്. വേറെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1, പിന്നെ ഉള്ളത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഇതിൽ ഏത് ഫോർമുല വേണം യൂസ് ചെയ്യാം? തൽക്കാലം നമുക്ക് ആവശ്യമുള്ള കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ നമ്മുടെ പി സ്ക്വയർ മെട്രിക്സ് അങ്ങനെ സിംപ്ലിഫൈ ചെയ്യും. നമുക്ക് പി സ്ക്വയറിന്റെ സിംപ്ലിഫിക്കേഷൻ ഒന്ന് എഴുതിയാലോ? പി സ്ക്വയറിന്റെ സിംപ്ലിഫിക്കേഷൻ ഇസ് ഫസ്റ്റ് ടൈം കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ, അത് കോസ് 2 തീറ്റ ആണ്. മറ്റേത് സൈൻ 2 തീറ്റ. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, സോ മൈനസ് സൈൻ 2 തീറ്റ. ആൻഡ് ഫൈനലി എന്താണ്? കോസ് 2 തീറ്റ. അപ്പൊ ഇതാണ് നമ്മുടെ പി സ്ക്വയർ. അപ്പൊ ഇത്രയും പാറ്റേൺ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. മനസ്സിലായില്ലേ? ഞാൻ പി ക്യൂബ് വരെ പോകുമ്പോൾ 3 തീറ്റ വരണം. അപ്പൊ 3 തീറ്റ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് മനസ്സിലാവും. ഇനി അതല്ല, ഞാനത് പ്രൂവ് ചെയ്ത് തരാം, പേടിക്കണ്ട. ഓക്കെ, സോ ഞാനിപ്പം പി സ്ക്വയർ കണ്ടുപിടിച്ചു. ഇനി പി ക്യൂബ് വേണം അല്ലേ? സോ പി ക്യൂബ് ഇതേപോലെ തന്നെ. ഇനി പി ക്യൂബ് കണ്ടുപിടിക്കണമെങ്കിൽ ലോജിക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. പി സ്ക്വയർ ഇൻറ്റു പി. പി സ്ക്വയറും പി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ പി സ്ക്വയർ ആദ്യം ഏതാ? കോസ് 2 തീറ്റ സൈൻ 2 തീറ്റ മൈനസ് സൈൻ 2 തീറ്റ കോസ് 2 തീറ്റ. ഇനി പി എന്താണ്? കോസ് 2 തീറ്റ സൈൻ 2 തീറ്റ. കോസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി ഇവർ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത ക്രോസ് മൾട്ടിപ്ലൈ അല്ല, സാധാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. സോ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് 2 തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അത് കോസ് 2 തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ? അടുത്ത സൈൻ 2 തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. സോ അത് മൈനസ് നമുക്ക് എഴുതാം ഇൻറ്റു സൈൻ 2 തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. മൈനസ് നമ്മൾ പുറത്ത് എഴുതും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളമിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഫസ്റ്റ് റോയും സെക്കൻഡ് കോളമിന്റെ മൾട്ടിപ്ലിക്കേഷൻ. സോ അതെന്തായിരിക്കും? കോസ് 2 തീറ്റ സൈൻ തീറ്റ സൈൻ 2 തീറ്റ ഇൻറ്റു കോസ് തീറ്റ. സോ പ്ലസ് സൈൻ 2 തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അടുത്തത് മൈനസ് സൈൻ 2 തീറ്റ ഇൻറ്റു കോസ് തീറ്റ. സോ മൈനസ് സൈൻ തീറ്റ സൈൻ 2 തീറ്റ. പിന്നെ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് 2 തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് 2 തീറ്റ. അടുത്തത് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. സോ മൈനസ് സൈൻ തീറ്റ സൈൻ 2 തീറ്റ പ്ലസ് കോസ് 2 തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് 2 തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഇത്രയും നമുക്ക് ടേംസ് വരും. കുറച്ച് വലുതാണെന്ന് അറിയാം. ഇത് ആക്ച്വലി പി എസ് സിയിൽ ചോദിച്ച കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് തന്നത്. അപ്പോൾ ഇതിനകത്ത് ട്രിഗ്നോമെട്രിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞില്ലേ. അതിനു മുമ്പ് ആ ട്രിഗ്നോമെട്രിയുടെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന മുമ്പ് നമുക്ക് ഇതിനെ ഒന്ന് ഈ സൈൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് റീഅറേഞ്ച്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് മാക്സിമം എഴുതാൻ പറ്റുന്ന എന്താണ്? കോസ് 2 തീറ്റ കോസ് തീറ്റ മൈനസ് സൈൻ 2 തീറ്റ സൈൻ തീറ്റ അങ്ങനെ എഴുതാം തൽക്കാലം. ഇവിടെയും പ്രത്യേകിച്ച് റീഅറേഞ്ച്മെന്റ് ഒന്നുമില്ല. ഇതിനെങ്ങനെ സൈൻ തീറ്റ കോസ് 2 തീറ്റ അങ്ങനെ എഴുതാം. നിങ്ങൾ എങ്ങനെ എഴുതിയാലും വിഷയമില്ല. അത് പ്ലസ് കോസ് തീറ്റ സൈൻ 2 തീറ്റ. അടുത്തത് ഇവിടെ മൈനസ് കോമൺ എടുക്കാം അല്ലെ. മൈനസ് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? സൈൻ തീറ്റ
സൈൻ തീറ്റ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇവിടെ. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. സോ സൈൻ 2 തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആണല്ലേ. ഒരു സ്മോൾ മിസ്റ്റേക്ക് വന്നു. ഇത് കോസ് തീറ്റ ആണ്. ഓക്കെ. സോ കോമൺ എടുക്കുമ്പോൾ cos theta into cos 2 theta, sin 2 theta, my mistake. Cos theta into sin 2 theta plus sin theta into cos 2 theta. And finally, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. cos 2 theta into cos theta minus sin theta into sin 2 theta. ഇതാണ് നമ്മുടെ ഫോർമുല. സോറി, ഇതാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ. ഇനി നമ്മുടെ മെട്രിക്സിനകത്തുള്ള കേസ് നമുക്ക് മനസ്സിലാക്കണം. സോ കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. എന്താണ് കോസ് എ പ്ലസ് ബി? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അങ്ങനെ വരുന്ന രണ്ട് ടേംസ് ആണ് ഇതും ഈ ടേം. ഏതൊക്കെ ടേംസ് ആണ്? ഒന്ന് ഇതാണ്, പിന്നെ മറ്റേത് ഇതാണ്. സോ ആക്ച്വലി നമ്മൾ നേരെ തിരിച്ചിങ്ങോട്ട്, ഈ എക്സ്പാൻഷൻ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരണം. സോ കോസ് 2 തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ആക്ച്വലി എന്തായിരിക്കും? കോസ് 2 തീറ്റ പ്ലസ് തീറ്റ എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഈസ് ഇക്വലന്റ് ടു വാട്ട്? കോസ് 3 തീറ്റ. ഇതാണ് ഒരു ഫോർമുല. അപ്പൊ ഇത് വെച്ച് ഈ ടേം എന്തായിട്ട് റീപ്ലേസ് ചെയ്യും? കോസ് 3 തീറ്റ ആയിട്ട്. ഇനി ഇതെന്താണ്? സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. എന്താണ് സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇതാണ് ഫോർമുല. ലെറ്റ് മീ റിപ്പീറ്റ്. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പൊ ഇവിടെ ആ സൈൻ എ എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? തീറ്റ. ബി എന്ന് പറഞ്ഞ വാല്യൂ 2 തീറ്റ. അപ്പൊ ഇത് ആക്ച്വലി എന്താണ്? സൈൻ തീറ്റ പ്ലസ് 2 തീറ്റ അല്ലെ. ഇവിടെ അതേപോലെ ഇവിടെ മൈനസ് കോമൺ എടുക്കുമ്പോൾ നമുക്ക് ആ ടേം ഇവിടെ ഉണ്ട്, 2 തീറ്റ പ്ലസ് തീറ്റ. എങ്ങനെ 2 തീറ്റ പ്ലസ് തീറ്റ, തീറ്റ പ്ലസ് 2 തീറ്റ, എങ്ങനെ എടുത്താലും ഒരേ സംഭവം അല്ലേ. സോ ഇതെന്താണ് ആൻസർ? സൈൻ 3 തീറ്റ. അപ്പൊ ട്രിഗ്നോമെട്രിയിൽ ഇതല്ലാണ്ട് വേറെ ഫോർമുലാസും ഉണ്ട്. തൽക്കാലം ഞാൻ ഇത്ര ആവശ്യമുള്ള ഫോർമുല മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നു. ഇതാണ് ഫോർ സിംപ്ലിഫിക്കേഷൻ ഒരു ഫോർമുല. കോസ് എ പ്ലസ് ബിയുടെ ഇതെന്താണ്? സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല. ക്ലിയർ? ഇനി നമുക്ക് ആ ടേംസ് സിംപ്ലിഫൈ ചെയ്താം. സോ എൻ്റെ പി ക്യൂബ് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് കോസ് 3 തീറ്റ സൈൻ 3 തീറ്റ minus sin 3 theta and cos 3 theta. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. ഇവിടെ കണ്ടില്ലേ, ആൻസർ ഓപ്ഷൻ ഡി ആയിട്ട് വരും. അപ്പൊ ഇത് നിങ്ങളുടെ മെട്രിക്സും ഉണ്ട്, കുറച്ച് ട്രിഗ്നോമെട്രി ഉണ്ട്. പിന്നെ ട്രിഗ്നോമെട്രിയുടെ ഞാൻ എല്ലാം ഫോർമുല ഡിസ്കസ് ചെയ്യാത്ത കാരണം ഞാൻ ട്രിഗ്നോമെട്രി സെഷനകത്ത് ഞാൻ അത് അവിടെ പറഞ്ഞുതരാം. തൽക്കാലം മെട്രിക്സിനകത്ത് ഞാൻ ആവശ്യമുള്ള ഫോർമുല മാത്രമേ തൽക്കാലം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. സോ വിത്ത് ദിസ് നമ്മുടെ ഡിസ്കഷൻ എൻഡായി. സോ ഇൻ അതർ വീഡിയോസ് ഞാൻ ബാക്കി ടോപ്പിക്സിനെ കുറിച്ചുള്ള, അതായത് ടെക്നിക്കൽ മാത്സിനകത്തുള്ള ബാക്കി ടോപ്പിക്സ്, മെയിനായിട്ട് പഠിക്കാനുള്ള എന്തൊക്കെയുള്ള ബൈനോമിയൽ എക്സ്പാൻഷൻ, പിന്നെ ഇക്വേഷൻസ് ഓഫ് ദ ലൈൻ, പിന്നെ നമുക്ക് കുറച്ച് ഇന്റിഗ്രേഷൻ ടോപ്പിക്സ്, ഇതെല്ലാം നമുക്ക് ബാക്കി വീഡിയോസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ ഗൈസ്, thank you for showing your patience in viewing this video. So I hope everyone is clear with the concepts. So let's meet in the next session. So bye guys.